നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഒമാനിൽ വിദേശികളുടെ തൊഴിൽ വിസ നിരക്കുകൾ കുറയ്ക്കാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഉത്തരവിട്ടത്. വിദേശികളുടെ വിസ നിരക്കുകൾ കുറച്ചുകൊണ്ട് ഞായറാഴ്ച ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രവാസികൾ ഇരുകൈയും നീട്ടിയാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത്. അതായത് രാജ്യത്ത് നിക്ഷേപം വർദ്ധിക്കാനും പുതിയ നിരവധി സ്ഥാപനങ്ങൾ ആരംഭിക്കാനും ഈ തീരുമാനം സഹായകമാകുന്നതാണ് അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നത്. ഉയർന്ന വിസ നിരക്ക് കാരണം നാട്ടിൽ പോയ പലരെയും സ്ഥാപനങ്ങൾ തിരിച്ചു വിളിക്കാനും കഴിവും പരിചയമുള്ളവർക്ക് കൂടുതൽ അവസരം ലഭിക്കാനും വിസ ഇളവ് കാരണമായിട്ടുണ്ട്. ഇതോടെ മലയാളികളടക്കമുള്ള പ്രവാസികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ സുൽത്താന്റെ ഉത്തരവ് ഏറ്റവും നല്ല തീരുമാനമാണെന്നും എല്ലാ മേഖലകളിലുമുള്ള വളർച്ചയ്ക്ക് തീരുമാനം വഴിയൊരുക്കുമെന്നും സേഫ്റ്റി ടെക്നിക്കൽ സർവീസസ് മാനേജിംഗ് ഡയറക്ടർ അഷ്റഫ് പടിയത്ത് പറഞ്ഞു. പുതിയ തീരുമാനം സ്വദേശിവൽക്കരണത്തിന് ആക്കം കൂട്ടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വദേശിവൽക്കരണ തോത് പൂർത്തിയാകുന്നവർക്ക് വിസ നിരക്കിൽ കൂടുതൽ ഇളവുള്ളതിനാൽ കമ്പനികളും സ്ഥാപനങ്ങളും സ്വദേശിവൽക്കരണ തോത് പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. ഇത് നടപ്പാക്കുന്നത് കമ്പനികൾക്ക് ലാഭമുണ്ടാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതുവരെ മാനേജർ, ഇൻവെസ്റ്റർ അടക്കമുള്ള ഉന്നത തസ്തികയിലുള്ളവർക്ക് ഉയർന്ന നിരക്കാണ് ഉണ്ടായിരുന്നത്. ഇതുകാരണം പല കമ്പനികളും ഉയർന്ന തസ്തികയിലുള്ളവരെ ഒഴിവാക്കുകയായിരുന്നു. പുതിയ തീരുമാനം കഴിവുള്ളവർക്ക് ഒമാനിലേക്ക് തിരിച്ചുവരുവാൻ വഴിയൊരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ വ്യാപാര സ്ഥാപനങ്ങൾ, സ്കൂളുകൾ തുടങ്ങിയ എല്ലാ മേഖലയിലും ഉണർവുണ്ടാകുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം വിസ നിരക്ക് ഉയർത്തിയപ്പോൾ വിസ കാറ്റഗറികൾ മാറ്റിയ നിരവധി പേരുണ്ട്. ഇത്തരക്കാർക്ക് ഉയർന്ന തസ്തികയിലുള്ള ജോലികൾ ചെയ്യുമ്പോൾ പ്രയാസങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പുതിയ തീരുമാനം എല്ലാ മേഖലയിലും വളർച്ചയുണ്ടാക്കാൻ സഹായകമാകുമെന്ന് ആദ്യകാല പ്രവാസി KV ഉമർ പ്രതികരിച്ചു. പുതിയ തീരുമാനം നടപ്പിലാകുന്നതോടെ കൂടുതൽ പേർ ഒമാനിലേക്ക് തിരികെ എത്തുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ 60 വയസ്സ് കഴിഞ്ഞവർക്കും വിസ പുതുക്കാമെന്ന തീരുമാനവും പ്രവാസികൾക്ക് അനുഗ്രഹമാണ്. കഴിഞ്ഞ വർഷം നിയമം നടപ്പിലായതോടെ ഉയർന്ന ശമ്പളമുള്ള നിരവധി പേർ രാജ്യമിട്ടിരുന്നു. ഇത്തരക്കാർ വീണ്ടും തിരിച്ചുവരാൻ പുതിയ നിരക്കുകൾ സഹായിക്കുകയും ചെയ്യും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.